പഴയ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ അദ്ദേഹം BDS അതിന് എല്ലാ നിലപാടും എന്റെ കൈവശം. 2016 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് 91 MLA-മാരുടെ പിന്തുണയാണ്. 140 91 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരമേറ്റത്. അത് കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ഇതേ വാദഗതികൾ അന്ന് കേരളം കേട്ടിട്ടുള്ളതാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ താഴെത്തിറക്കും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ മുൻപന്തിയിൽ K. സുധാകരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് അതിര് കടന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ആ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പക്ഷെ 2021 തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 99 MLA-മാരുടെ പിൻബലത്തോടുകൂടിയാണ് അധികാരത്തിൽ വന്നത്. ഇപ്പൊ കേരളത്തിന്റെ അന്തരീക്ഷം 3-ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭാവി ആവശ്യങ്ങളെ കൂടി കണ്ടുള്ള ബൃഹത്തായ പദ്ധതികൾ കേരളത്തിൽ പ്രാവർത്തികമാക്കി വരികയാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തികമായ പ്രതിരോധ നടപടികൾ കൂടി ഇല്ലായിരുന്നു എങ്കിൽ വളരെ ശക്തമായി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കേരളത്തിലെ ഭാവി തലമുറയുടെ സംരക്ഷണത്തിനാവശ്യമായ എല്ലാ നടപടികളും കേരളം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ വർഗീയ ശക്തികളുടെ കൂടി പിൻബലത്തോടെ അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ളതാണ് UDF പരിശ്രമിക്കുന്നത്. BJP-യുടെ എല്ലാ പിന്തുണയും ആ പരിശ്രമങ്ങൾക്കുണ്ട്. ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ എത്ര ഏത് രീതിയിലുള്ള പ്രകോപനപരമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കേരള ജനത നയിക്കും. ഇതാണ് ഇപ്പോൾ